ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണ ഗോമൻ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർമുല ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫോർമുല ഫീഡിങ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ കൺഫേം ചെയ്യേണ്ട കുറച്ച് കാര്യം. നമ്മൾ ഫോർമുല ഫീഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഇനി ഫോർമുല ഫീഡിങ് ചെയ്യാമെന്ന് തോന്നുന്നത്. പക്ഷെ അതിൽ കൂടുതൽ അമ്മമാർക്കും ഫോർമുല ഫീഡിങ് ചെയ്യുന്നതിന് മുമ്പിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളൊരു കാരണത്തിലായിരിക്കും മിക്കവാറും ഫോർമുല ഫീഡിലോട്ട് തിരിയുന്നത്. അപ്പോൾ ഈ ഫോർമുല ഫീഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് അത്യാവശ്യമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്ന് എങ്ങനെ കൺഫേം ചെയ്യും? ആദ്യം നമ്മൾ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാം. അല്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം മിക്കവാറും ഡീഹൈഡ്രേഷൻ ആയിരിക്കും. ഡീഹൈഡ്രേഷൻ ഉണ്ടോ ഇല്ലയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കിപ്പം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതുപോലെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, അപ്പൊ അത് കാണുമ്പോൾ അറിയാം അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മിൽക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് യൂറിനേഷൻ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ മൂത്രം ഒഴിക്കാറുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോഷൻ പാസ് ചെയ്യുന്നത്. കുട്ടികൾ ഒരു 2-3 തവണയെങ്കിലും ദിവസവും മോഷൻ പാസ് ചെയ്യുമല്ലോ, അതിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ അതിന്റെയൊക്കെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് റെഗുലറായിട്ട് വന്നതിനെക്കാട്ടിലും മോഷൻ പാസ് ചെയ്യുന്ന ഡ്യൂറേഷനിൽ കുറവ് വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ബ്രസ്റ്റ് മിൽക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന്. പിന്നെ ഉള്ളൊരു കാര്യം, കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അവർക്കുള്ള ആകെ ഒരു സോഴ്സ് ബ്രസ്റ്റ് മിൽക്കാണ്. അപ്പൊ അതിൽ നിന്നും അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടി ആക്റ്റീവായിരിക്കുന്ന ഒരു കുട്ടി ടയേർഡായി ഇരിക്കുകയാണോ എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസ് കുറയുകയാണോ എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനുള്ള അത്യാവശ്യ കുറച്ച് മാർഗങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വെയിറ്റ് ഗെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിലും മിൽക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സക്ക് ചെയ്യിപ്പിച്ച് അത് എംപ്റ്റി ആക്കിയിട്ട് മാത്രമേ നമ്മൾ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യിപ്പിക്കാവൂ. കാരണം ആദ്യം വരുന്ന മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് ഫോർമിൽക്കാണ്. ഫോർമിൽക്ക് കുട്ടികളുടെ ദാഹം മാറാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. പിന്നീടാണ് ഹിൻഡ് മിൽക്ക് വരുന്നത്. ഹിൻഡ് മിൽക്കിലാണ് അവർക്ക് വെയിറ്റ് ഗെയിനിങ്ങിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത്. അപ്പം ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സക്കയിപ്പിച്ച് എംറ്റി ആക്കിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് സക്കയിപ്പിക്കാവൂ. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഇനി ഫോർമുല മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു ഫോർമുല, എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഇനി എൻ്റെ കുട്ടി ഫോർമുല മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഫോർമുല മിൽക്ക് നമ്മളുടെ ഇഷ്ടത്തിന് മെഡിക്കൽ ഷോപ്പിൽ പോയി അവരുടെ കയ്യിൽ നിന്നും ചോദിച്ചിട്ട് മേടിച്ചു കൊടുക്കരുത്. നമ്മൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഫോർമുല മിൽക്ക് കൊടുക്കാവൂ. അതാണ് കേട്ടോ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. ഫോർമുല മിൽക്ക് ഡോക്ടർ പറയും, അത് മാത്രമേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ നമ്മുടെ കുഞ്ഞിന് ഫീഡ് ചെയ്യിപ്പിക്കാവൂ. ഇനി ഫോർമുല മിൽക്ക് പല റേറ്റിലുള്ളതുണ്ട്, നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്കിൽ കുറച്ച് നാൾ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമുല മിൽക്ക് പൗഡർ മേടിച്ച് കൊടുക്കാന്ന് കരുതും. അങ്ങനെയും ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ അതിനനുസരിച്ചുള്ള ഫോർമുല കുട്ടികൾക്ക് കൊടുക്കാവൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഫോർമുല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കാൻ നിൽക്കരുത്. അതാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഫോർമുല നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് അലർജി റിയാക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, ഡോക്ടറെ കാണിച്ചിട്ട് അലർജി റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ വേറെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും ഫോർമുല.
അപ്പൊ എന്തായാലും നമ്മൾ അലർജി റിയാക്ഷൻസ് ഉണ്ടെങ്കിലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഫോർമുല ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ല അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയാകുമായിരിക്കും. അലർജി റിയാക്ഷൻസ് 1-2 ദിവസം ചിലപ്പോൾ കാണിക്കുമായിരിക്കും, കാരണം ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കാവൂ. പിന്നെ ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതായത് പൗഡർ 30 ml വെള്ളത്തിലാണ് കലക്കേണ്ടത്. 2 സ്കൂപ്പ് എടുക്കുമ്പോൾ 60 ml വെള്ളം, അതുപോലെ 3 സ്കൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ml വെള്ളം. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ കലക്കാവൂ. ആദ്യമൊക്കെ ആണെങ്കിൽ എന്തായാലും 30 ml വെള്ളത്തിലായിരിക്കണം കലക്കേണ്ടത്. ഒരിക്കലും ഫോർമുല നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ കുട്ടിക്ക് കൊടുത്തതിന് ശേഷം അത്യാവശ്യം അത് കുടിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കരുത്, നമ്മൾ അത് കളയുക തന്നെ വേണം. അതുപോലെ മുൻകൂട്ടി, അതായത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മുന്നേ ഈ ഫോർമുല മിക്സ് ചെയ്ത് വെക്കരുത്. കൊടുക്കുന്ന സമയത്ത് മാത്രമേ മിക്സ് ചെയ്യാവൂ. ഇനി ഇത് ഫോർമുല പൗഡർ മിക്സ് ചെയ്യുന്നത് ഇളം ചൂടുവെള്ളത്തിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഒരു നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അതൊരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ചൂടിലായിരിക്കണം കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മുടെ കയ്യിൽ ജസ്റ്റ് 2 ഡ്രോപ്പ് ഒഴിച്ച് നോക്കണം കേട്ടോ. ചൂട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ഫോർമുല ഫീഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വെള്ളം തിളപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമുക്ക് എപ്പോഴും ഇത് ഭയങ്കര ഇതാണല്ലോ, നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കണം. പിന്നെ അതിനെ നമ്മൾ ഒരു മീഡിയം ടെമ്പറേച്ചറിലാക്കിയിട്ടാണല്ലോ നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ദിവസത്തേക്കും അതുപോലെ നൈറ്റിലത്തേക്കും ആവശ്യം എത്രയാണോ ക്വാണ്ടിറ്റി വെള്ളം, അത്രയും വെള്ളം തിളപ്പിച്ച് വെക്കുക. ആ വെള്ളം തിളപ്പിച്ച് ഒരു മോഡറേറ്റ് ചൂടാവുന്ന സമയത്തേക്ക് നമ്മളത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. അതും മിസ് ചെയ്യാതെ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേജിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പിന്നെ പല ഫോർമുലയ്ക്കും പല റേറ്റ് ആയിരിക്കും. ചിലത് നമുക്ക് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും ഫോർമുല മിൽക്ക് ആണല്ലോ കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടി വരും. ഒരു പാക്കറ്റ് എടുത്ത് കുറച്ച് ദിവസമൊക്കെ വരത്തുള്ളൂ, അങ്ങനെയും വരും. അപ്പൊ അതും അഫോർഡബിൾ ആവണമെന്ന് ഇല്ല. എല്ലാ ഫോർമുലയും ഇച്ചിരി കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് എന്ന് വെച്ച് നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് ഫോർമുല കൊടുത്തതിന് ശേഷം വെയിറ്റ് ഗെയിൻ, നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും എൻ്റെ എക്സ്പീരിയൻസിൽ വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഫോർമുല കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് അത്യാവശ്യം വെയിറ്റ് ഗെയിനിങ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് ഗെയിനിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ബോട്ടിൽ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഒരു 2-3 മാസം കൂടുമ്പോഴത്തേക്ക് അതിന്റെ നിപ്പിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഏത് കമ്പനിയിലേതാണോ മേടിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ആ കമ്പനിയുടെ തന്നെ ബോട്ടിലെ നിപ്പിള് മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ 2-3 മാസം കൂടുമ്പോഴത്തേക്ക് അതിന്റെ നിപ്പിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇൻഫെക്ഷൻസ് കുറയാൻ സാധിക്കും. അതുപോലെ ഈ സ്റ്റീലിന്റെ ബോട്ടിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ നമ്മൾ പ്ലാസ്റ്റിക് മേടിക്കുന്നതിനെക്കാട്ടിൽ സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ബോയിൽ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട കാര്യവും. ഇതിലൂടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വയറിളക്കമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ ഗോകർണത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇതുപോലെ ബോട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ഒക്കെ ബോട്ടിൽ യൂസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇൻഫെക്ഷൻസ് വരുന്നത് ഒരു വിധം വരെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് 6 മാസം വരെ നമ്മൾ എന്തായാലും ഫോർമുല കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനുശേഷം 6 മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് വീനിങ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫോർമുല കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഫോർമുല തന്നെ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റീലിന്റെ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.